ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു മാർക്കറ്റ് വേഴ്സ്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് എന്നീ ഇൻഡെക്സുകളുടെ ഡെയിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമേ നിഫ്റ്റിയിൽ എന്താണ് ഇന്ന് ലഭിച്ച മൂവ്മെന്റ്, നമ്മൾക്ക് അത് എങ്ങനെ ട്രേഡ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പരിശോധിക്കാം. ഇന്നലെ 23,308 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തിരുന്ന നിഫ്റ്റി ഇന്ന് ഏതാണ്ട് 170 പോയിന്റിലധികം ഗ്യാപ്പ് അപ്പോടുകൂടി 23,480 എന്ന ലെവലിലാണ് ഓപ്പൺ ആയത്. എന്നാൽ പതിവ് പോലെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നിട്ടുണ്ടാകാം. ഈ ഏരിയയിൽ നിന്ന് പുട്ടെടുക്കാൻ ശ്രമിച്ചവർക്ക് അപ്പോൾ തന്നെ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നല്ല ലാഭം ലഭിച്ചിട്ടുണ്ടാകാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു മൂവിന് എത്ര പേർക്ക് ഒരു ധൈര്യം കിട്ടുമെന്നറിയില്ല. എന്തായിരുന്നാലും ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോൾ പ്രൈസ് ഈ ലെവലിന് മുകളിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു പരിശ്രമമാണ് നടത്തിയിരുന്നത്. എന്നാൽ വീണ്ടും പരിശോധിക്കുമ്പോൾ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്തവർക്ക് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കാവുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ആദ്യം തന്നെ നല്ല ഒരു ടാർഗറ്റ് കിട്ടി. വീണ്ടും കിട്ടിയ അപ്പ് മൂവിൽ അപ്പോൾ തന്ന ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് അഥവാ അതിന് തൊട്ട് മുകളിലുള്ള ഈ ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി വീണ്ടും ട്രേഡ് ചെയ്തപ്പോൾ തുടർന്ന് നെക്സ്റ്റ് സപ്പോർട്ടിലോട്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഇവിടെ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആയതുകൊണ്ടാണ് നമുക്ക് വീണ്ടും ഒരു അപ്പ് മൂവ് കിട്ടുമ്പോൾ ഈ ലെവൽ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ആയി ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീണ്ടും അതേ ലോ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ കൂടുതൽ ലഭിക്കുകയാണെങ്കിൽ ഈ ലെവലിലോട്ട്, അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടുന്ന അപ്പ് മൂവിൽ നമ്മൾക്ക് സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എങ്കിൽ ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്നാൽ വീണ്ടും കിട്ടിയ ലെവൽ ഈ ലെവലിന് മുകളിലോട്ട് കടക്കുമ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതാണ്. ആർക്കും, ബയേഴ്സിനും സെല്ലേഴ്സിനും കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പോൾ അതൊരു ബൈ മൊമെന്റം ആയി മാറിയേക്കാം എന്ന് കരുതി ഈ ലെവലിൽ നിന്നും ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്റ്റോപ്പ് ലോസ് ആയി നൽകി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്തവർക്ക് ഒരു കൺസോളിഡേഷൻ ആണ് ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നത്. തീർച്ചയായും ഈ ലെവൽ രാവിലത്തെ ഒരു നല്ല മൂവ്മെന്റ്, അതിനുശേഷം ഒരു റിവേഴ്സൽ, ഇത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആ ഏരിയയിൽ നിന്നുകൊണ്ട് കൺസോളിഡേറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് ചെയ്തത്. അത് സെല്ലേഴ്സിന്റെ മാർക്കറ്റ് ആണ്. ഇന്ന് ബയേഴ്സിന് ഇവിടെ നല്ല പൈസ പോയിട്ടുണ്ടാകാം. എന്നാൽ ബൗണ്ടറീസ്, ഇത്തരം കൺസോളിഡേഷൻ സംഭവിക്കുമ്പോൾ ബൗണ്ടറീസ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ആ ബൗണ്ടറികളിൽ എത്തുമ്പോൾ ഓപ്പോസിറ്റ് ബൗണ്ടറിയിലോട്ടുള്ള ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഹിറ്റ് ആയേക്കാം. എന്നാൽ നമ്മളുടെ ഡയറക്ഷനിലേക്ക് ട്രേഡ് ലഭിക്കുകയാണെങ്കിൽ സാമാന്യം ഭേദപ്പെട്ട ടാർഗറ്റുകളും ലഭിച്ചേക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല 2 ട്രേഡുകൾ ലഭിച്ചു. പിന്നീടുള്ളതാണ് മിക്കവാറും ടൈം ഡീകേ മൂലം പ്രീമിയം മെൽറ്റിംഗ് സംഭവിച്ച് ലോസ് വരാനായിരുന്നു കൂടുതലും സാധ്യത. ഈ സമയത്ത് എന്നെ പലരും കോണ്ടാക്ട് ചെയ്തിരുന്നു. അവർ വാങ്ങിയ പുട്ട് ഓപ്ഷനും വില കയറുന്നില്ല, കോൾ ഓപ്ഷനും വില കയറുന്നില്ല എന്നുള്ള ഒരിത് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇവർക്ക് അധികം പേർക്കും, ഈ പുതുതായി കടന്നു വരുന്നവർക്ക് ഈ ടൈം ഡീകേ എന്താണെന്നും അറിയില്ല, പ്രീമിയം മെൽറ്റിംഗ് എന്താണ് എന്നും അറിയില്ല. എന്നാൽ ചിലരോട് വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ അവർക്ക് ആദ്യമായി ലഭിക്കുന്ന ഒരു അറിവ് പോലെയാണ് പറഞ്ഞത്. പക്ഷേ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിറയെ വീഡിയോകൾ യൂട്യൂബിലുണ്ട്. തീർത്തും പുതുതായി കടന്നു വന്നിട്ടുള്ളവർ അത്തരത്തിലുള്ള വീഡിയോകൾ പരിശോധിച്ച് അവയിൽ നിന്നും വസ്തുതകൾ മനസ്സിലാക്കാൻ പരിശ്രമിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ മൂവ്മെന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നാളെ നമ്മുടെ ട്രേഡിംഗ് ലെവൽ എന്തായിരിക്കും എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. 23,376 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന പ്രധാന സപ്പോർട്ട് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ അതിന് താഴെ 23,353 എന്ന ലെവലിൽ ഇന്നത്തെ ലോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇന്ന് കൺസോളിഡേഷൻ ലഭിച്ച ഏരിയ, ആ ലെവലാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്, 23,420. അപ്പോൾ ഈ ഏരിയയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ ഡേയ്സ് ലോ, അതുവരെ നൽകിയ ഡേയ്സ് ലോ, പലരും ചോദിക്കുന്നു ഇന്നത്തെ ഡേയ്സ് ലോ ആണോ ഇന്നലത്തെ ഡേയ്സ് ലോ ആണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാത്തതിന്റെ ഭാഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ എന്ന് പറയുമ്പോൾ നാളെ രാവിലെ രേഖപ്പെടുത്തുന്ന ഡേയ്സ് ലോ, അതല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ എന്നാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത്. അത് കൃത്യമായി മനസ്സിലാക്കുക. അത് അപ്വേർഡ് ഡയറക്ഷനിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഒരു അപ്വേർഡ് ഡയറക്ഷനാണ് നൽകുന്നത് എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് സോൺ, സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ, ഇന്ന് കയറാൻ കഴിയാതെ പോയ ഈ ലെവലിന് മുകളിൽ
ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിന് മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് ഡയറക്ഷൻ സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെയെങ്കിൽ പിന്നീട് ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 23,445, 23,496 ഇന്നത്തെ ഹൈ കണക്കാക്കേണ്ടതാണ്. തുടർന്ന് ലഭിക്കാവുന്നവയാണ് 23,530, 545, 560 എന്ന ലെവലുകൾ. എന്നാൽ നാളെ ഫ്രൈഡേ ആണ്, തിങ്കളാഴ്ച മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നതുമല്ല. ആ നിലയ്ക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ ഒരു സാധാരണ ചിന്തയിൽ കരുതേണ്ടതാണ്. അത് എല്ലാവരും ഓർമ്മിക്കും എന്ന് കരുതുന്നു. സപ്പോർട്ട് സോൺ ബ്രേക്ക് ആവുകയാണെങ്കിൽ പ്രോഫിറ്റ് കോൾ ഓപ്ഷനുകൾ ബൈ ചെയ്തിടുന്നത് നല്ലതായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം പീരീഡിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ ഓർ മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. എന്നാലും ഇന്നത്തെ ലോയ്ക്ക് താഴെ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആകുമ്പോഴാണ് വീണ്ടും കിട്ടിയേക്കാവുന്ന അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ കാണിക്കുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലും താഴെയായി 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ തുടർന്ന് ഡൗൺവേർഡ് ഡയറക്ഷണൽ പ്രൈസ് സഞ്ചരിച്ചേക്കാം എന്ന് കണക്കാക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. കാണാമെന്ന് കരുതുന്നു. 23,353, 23,307, 23,282, 260, 230. 230 അല്പം സ്ട്രോങ് ആയ സപ്പോർട്ട് സോണാണ്. അതൊക്കെ മുൻപേ രേഖപ്പെടുത്തിയിട്ടുള്ളവയാണ്. ഒരുപക്ഷെ നിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകാം. എന്നാൽ അതിന് താഴോട്ട് 23,206, 23,135, 23,060 എന്നീ ലെവലുകളാണ് ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരിക്കണം നമ്മുടെ ലെവലുകൾ എന്ന് നോക്കാം. 49,985, അതായത് 50,000 റേഞ്ച് ആണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റൻസ് സോണായി ലെവലായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 49,770 എന്ന ലെവൽ ആദ്യമായി ലഭിക്കാവുന്ന സപ്പോർട്ട് സോണായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ഇതിനിടയിൽ ചെറിയ 2 ലെവലുകൾ കൂടി മൈനർ സപ്പോർട്ട് സോണായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് നാളെ ലഭിക്കുന്നതെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ പ്രൈസ് ആക്ഷൻ പ്രകാരം അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ ഏതാണോ, ഇപ്പോൾ പ്രൈസ് ഇവിടെ വന്നു നിന്നതിന് ശേഷം ഈ ലെവലിൽ നിന്ന് ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണ് തരുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ, അതല്ലെങ്കിൽ ഈ ലെവൽ അഥവാ ഈ ലെവലിലോട്ട് വന്നതിന് ശേഷമാണ് നമുക്ക് അത്തരത്തിലൊരു ലെവൽ മൂവ്മെന്റ് ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായും ആ ലെവൽ അല്ലെങ്കിൽ ഇത് തീർച്ചയായും സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കണം. കാരണം ബാങ്ക് നിഫ്റ്റിയൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഭയങ്കര ലെങ്ത് ആയിരിക്കാം, അഥവാ റേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ കരുതിയിരുന്ന ഒരു പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ കോൾ ഓപ്ഷൻ ബൈ ചെയ്തതാണെങ്കിൽ അത് വീണ്ടും അതേ പ്ലേസിലോട്ട് എത്തുമ്പോഴത്തേനും പ്രീമിയം മെൽറ്റ് ആയിട്ടുണ്ടാകാം, ഹെവി ലോസ് ആയിരിക്കാം. അതുകൊണ്ട് അത്തരത്തിൽ ഹോൾഡ് ചെയ്യാൻ പാടുള്ളതല്ല. അപ്പോൾ ഇവിടെ ഒരു ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ പ്രൈസ് ആക്ഷൻ പ്രകാരം അങ്ങനെയാണ് നമുക്ക് ഒരു റീഡിംഗ് കിട്ടുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ലോ ഒരു തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യുക. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഡിക്ലൈനിൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് ചെറിയ അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് തോന്നിയാൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ അപ്പോൾ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോഴും പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരമാണ്. എന്നാൽ അതിനു മുകളിൽ 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണ് എങ്കിൽ, അതായത് 50,033 എന്ന ലെവല് 35-നൊക്കെ മുകളിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയവ. 50,333, 50,098, 50,186, 50,235, 50,396 എന്നിങ്ങനെയാണ് ലെവലുകൾ ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളവ. ഇവയെല്ലാം മുമ്പേ നിങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. 50,610, 892 എന്നിങ്ങനെ അപ്വേർഡ് ഡയറക്ഷനിൽ
രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ നാളെ ഇവിടെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം സെല്ലിംഗ് ഡയറക്ഷനാണ് നൽകുന്നതെങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷനിൽ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് പ്രധാനമായും ഈ സപ്പോർട്ട് ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ പുട്ട് ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ഹൈ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിലും താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ ആകാം, ഡൗൺവേർഡ് സഞ്ചരിച്ചേക്കാം എന്നാണ് ഞാൻ കണക്കാക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തിയവ. 49,694, 49,613, 49,528 എന്ന ലെവലുകളാണ് അവ. അതിന് താഴെയായി 49,381, 49,078, 48,900 എന്ന ലെവലുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാണാൻ എല്ലാവർക്കും സാധ്യമായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അടുത്തതായി സെൻസെക്സിൽ എന്തായിരിക്കാം നമ്മുടെ നാളത്തെ ട്രേഡിംഗ് ലെവലുകൾ എന്ന് പരിശോധിക്കാം. 76,934 എന്ന ലെവലാണ് ആദ്യമായി ലഭിക്കാവുന്ന റെസിസ്റ്റന്റ് സോണായി ഞാൻ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 76,720 ഒരു മൈനർ സപ്പോർട്ടായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പ്രധാന സപ്പോർട്ടായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലെവലാണ്, 76,532 എന്ന ലെവൽ, ഇന്നലത്തെ ലോ. അപ്പോൾ ഈ ഏരിയ 76,617 എന്ന ലെവല് അടുത്ത ഒരു മൈനർ സപ്പോർട്ട് ലെവലായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവലിൽ 76,720 അതുപോലെ 76,934 എന്ന ഏരിയകൾക്കിടയിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകിയതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ അപ്വേർഡ് ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ ഓർ തൊട്ട് താഴെയുള്ള സപ്പോർട്ട് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി അപ്വേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് മുകളിൽ 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും ഒരു ഡിക്ലൈൻ കിട്ടിയാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഡേയ്സ് ലോ നിലനിർത്തിക്കൊണ്ട് അപ്വേർഡ് ഡയറക്ഷൻ നൽകുന്നു എന്ന് ഫീൽ ചെയ്താൽ കോൾ ഓപ്ഷൻ തന്നെ ബൈ ചെയ്ത് ഡേയ്സ് ലോ സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ഉയരം തന്നെയാണ്. എന്നാൽ അതിനു മുകളിൽ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക ആണ് എങ്കിൽ, എപ്പോഴും ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഒരു ക്യാൻഡിൽ പാറ്റേൺ ക്ലോസ് ആകുന്നതാണ് ഞാൻ കണക്കാക്കാറ്. ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് അപ്വേർഡ് സഞ്ചരിച്ചേക്കാം എന്ന് പ്രതീക്ഷിക്കും. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് വീണ്ടും ട്രേഡ് ചെയ്യാം, അതല്ലെങ്കിൽ പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ടാർഗറ്റുകൾ 77,037, 77,144, 77,244, 336, 373, 422 എന്നിങ്ങനെയുള്ള ലെവലുകളാണ്. ഇവ നിങ്ങൾക്ക് കാണാം എന്ന് കരുതുന്നു. എന്നാൽ ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ ഇവിടെ ഒരു സെല്ലിംഗ് ഡയറക്ഷനാണ് പ്രൈസ് ആക്ഷൻ പ്രകാരം നാളെ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗിന് ശേഷം നൽകുന്നത് എങ്കിൽ അതുവരെ രേഖപ്പെടുത്തിയ ഡേയ്സ് ഹൈ അതല്ലെങ്കിൽ തൊട്ടു മുകളിലുള്ള റെസിസ്റ്റൻസ് ലെവൽ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കി ഡൗൺവേർഡ് ഡയറക്ഷൻ ട്രേഡ് ചെയ്യും. പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് ഈ ലെവലിന് താഴെ ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുക എന്നത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ വീണ്ടും കിട്ടിയേക്കാവുന്ന ഒരു അപ്പ് മൂവിൽ ഡേയ്സ് ഹൈ നിലനിർത്തിക്കൊണ്ട് ചെറിയ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽ പാറ്റേണുകൾ സെല്ലിംഗ് ഡയറക്ഷൻ തന്നെ നൽകിയാൽ പുട്ട് ഓപ്ഷൻ തന്നെ വീണ്ടും ബൈ ചെയ്ത് ഡേയ്സ് ഹൈ അപ്പോൾ തീർച്ചയായും സ്ട്രിക്റ്റ് ആയ സ്റ്റോപ്പ് ലോസ് ആയി കണക്കാക്കും. അപ്പോൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ടാർഗറ്റ് അതുവരെ രേഖപ്പെടുത്തിയ ലോ തന്നെയാണ്. എന്നാൽ അതിന് താഴെയായി ഒരു 5 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ആവുകയാണെങ്കിൽ പ്രൈസ് ഡിക്ലൈൻ സഞ്ചരിച്ചേക്കാം, ഡൗൺവേർഡ് മൂവ് ചെയ്തേക്കാം എന്നാണ് പ്രതീക്ഷിക്കുക. അങ്ങനെയെങ്കിൽ ലഭിക്കാവുന്ന ടാർഗറ്റുകളാണ് ഇവിടെ രേഖപ്പെടുത്തി കാണുന്ന ലെവലുകൾ. 76,720, 76,617, 76,532, 426, 291, 221, 77,979 എന്നീ ലെവലുകളാണ് ഞാനിവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് കരുതുന്നു. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പലരും ഫ്രണ്ട് പേജ്, ടിങ്കറിൻ എന്നൊക്കെയുള്ള ആപ്പുകൾ ഉപയോഗിച്ച് മോക്ക് ട്രേഡ് ചെയ്യുന്നതായി കാണുന്നുണ്ട്. അങ്ങനെ ഒരു നല്ല മൂവ്മെന്റ്, ട്രേഡിംഗ് പഠിക്കാനുള്ള ഒരു പരിശ്രമം പുതിയതായി കടന്നു വരുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് സന്തോഷം തന്നെയാണ്. അവർ ട്രേഡ് പഠിച്ചതിന് ശേഷം ചെയ്യുക എന്ന് തന്നെയാണ് ചെയ്യാനുള്ളത്. അത്തരത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നവരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. അതിനകത്ത് വിർച്വൽ മണി 10 ലക്ഷം ഒക്കെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ അതിനകത്തുനിന്നും 1000, 2000 ക്വാണ്ടിറ്റി ഒരു കാരണവശാലും ട്രേഡ് ചെയ്തിട്ട് ഒരു പ്രോഫിറ്റ് നൽകുന്ന P&L അല്ല കാണേണ്ടത്. അതിനകത്തുനിന്ന് പരമാവധി നിഫ്റ്റി ആണെങ്കിൽ ഒരു 4 ലോട്ട് 100 എണ്ണം മാത്രം ട്രേഡ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ലിമിറ്റഡ് ക്വാണ്ടിറ്റി, ചെറിയ ക്വാണ്ടിറ്റി, നമ്മുടെ അടുത്ത് ഇപ്പോൾ 10 ലക്ഷം രൂപയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്നവർ എത്ര പേരുണ്ടാകാം പുതിയതായി കടന്നു വന്നവർ എന്ന് എനിക്കറിയില്ല.
എങ്കിലും എല്ലാവർക്കും അത്രയും ഫണ്ട് കീപ്പ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ചെറിയ ഫണ്ട് എന്ന രീതിയിൽ കണക്കാക്കി 10 ലക്ഷത്തിന്റെ വിർച്വൽ മണി അവിടെ കിടക്കുന്നുണ്ട് എങ്കിൽ പോലും ഒരു 100 നിഫ്റ്റിയാണെങ്കിൽ 100 പരമാവധി എടുക്കുക, അത് ട്രേഡ് ചെയ്യുക. അതിൽ നിന്നും ഒരു 10 പോയിന്റ്, 7 പോയിന്റ്, 9 പോയിന്റ്, 22 പോയിന്റ് അങ്ങനെ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ആ റേഞ്ചിലേക്കുള്ള ട്രേഡുകൾ ചെയ്ത് ഒരു മാസം പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ 10 ലക്ഷത്തോട് ചേർത്ത് എത്ര ഫണ്ട് കാണാൻ കഴിയുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യമാവുക. അങ്ങനെ ബോധ്യമാകുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ തുക ഇട്ടുകൊണ്ട് കേവലം 25 നിഫ്റ്റിയുടെ ലോട്ട് സൈസ് ഇപ്പം 25 ആക്കി കുറച്ചിട്ടുണ്ട്. അത് മാത്രം ട്രേഡ് ചെയ്ത് ചെറിയ പ്രോഫിറ്റുകൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത തുകയുടെ എത്ര പെർസെൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ കണക്കാക്കൽ. അല്ലാതെ ഒരു ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000, 2000, 5000 കിട്ടി എന്നുള്ളതല്ല. മറിച്ച് നിങ്ങൾ ആ ട്രേഡ് ചെയ്യാൻ ഉപയോഗിച്ച തുകയുടെ എത്ര പെർസെൻറ്റേജ് ഒരു 10, 15, 20 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. അത്തരത്തിലുള്ള പല ട്രേഡുകൾ ഒരു ദിവസം എടുക്കാൻ കഴിഞ്ഞേക്കാം. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന തുകയാണ് ഒരു ദിവസം പ്രോഫിറ്റ് ആയി കാണേണ്ടത്. പുതുതായി കടന്നു വന്നവർ ആ തരത്തിൽ ഒരു ടാലന്റ് അങ്ങനെ ഒന്ന് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡിംഗ് മെച്ചപ്പെടാൻ കഴിഞ്ഞേക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പുതുതായി കടന്നു വന്നവർ, താല്പര്യമുള്ളവർ, ഗുണകരമാകുന്നു നമ്മുടെ ചാനൽ എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്ത് അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സ്ഥിരമായി കാണുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുമെന്നും ലൈക്ക് ചെയ്യുമെന്നും ഞാൻ കരുതുന്നു. അപ്പോൾ നാളെയും ഒരു നല്ല മൂവ്മെന്റ് എല്ലാ ഇൻഡെക്സുകളിലും ഉണ്ടാകട്ടെ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇൻഡെക്സുകൾ ട്രേഡ് ചെയ്യാൻ കഴിയട്ടെ. നല്ല മൂവ്മെന്റ് ഉണ്ടാവട്ടെ. നല്ല ലാഭം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.